കടക്കാരൻ മരിച്ച ലക്ഷണമാണ്. ആ ഹലോ ചേട്ടാ. വരുന്നു. ഒരു പാക്കറ്റ് 555. 555 ഇല്ല. അയ്യോ, 555 കാണുമോ? അതും ഇല്ല. ഒരു പാക്കറ്റ് സിംഗിൾ 5 ഇങ്ങനെ വാങ്ങി വെച്ചൂടോ. ശ്രമിക്കാം. അടച്ചിട്ട് മണല് വരാൻ പോടെ ഇറക്കാം. മുയലാളി 555 ഈ നാട്ടിലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു സോഫ്റ്റ് ഡ്രിങ്ക്. ചില്ലറയില്ല. ബാക്കി താനെടുത്തോ. ഇതിന്റെ ബാക്കി കുടിച്ചോ. 100 രൂപ നീ താ. ഈ 10 പിടിച്ചോ, അതിന്റെ ബാക്കി എടുത്തോ. പോലീസ് സ്റ്റേഷൻ. ചതിച്ചോന്റെ ഈശ്വര. മുതലാളി ഇത്രയും കാലം ലോക്കപ്പിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ വാടക വീടെന്ന് പറഞ്ഞതോ? ഓ മനസ്സിലായി. വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷന് വാടക വീടെന്ന് പറഞ്ഞായിരിക്കില്ലേ? രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ട് അലയ്ക്കാതെ വണ്ടി കയറിയിടാ. നീ ഒരു ഡ്രൈവറാണ്. ഞാൻ പോയിട്ട് പോന്നേക്കാം. മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരിക്കും. കള്ളൻ പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടുത്തെ പഴയ ഒരു അന്തേവാസിയാ. ഏതാ സെക്ഷൻ? മോഷണോ പിടിച്ചോറിയോ? അയ്യോ, അന്തേവാസി എന്ന് പറഞ്ഞത് ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വാടകക്കാരൻ എന്ന നിലയിലാണ്. ഓ മനസ്സിലായി. ഡ്രൈവർ ഓമനക്കുട്ടൻ. അതെ. ഡ്രൈവർ പണി മതിയാക്കി താനെന്താ സർക്കസിൽ ചേർന്നോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ അഭ്യാസമൊന്നും കാണിച്ചില്ലല്ലോ. ഈ ബഫൂൺ വേഷം കണ്ടിട്ട് ചോദിച്ചതാ. താൻ അഭ്യാസിയാണെന്ന് എനിക്കറിയാം. നിന്ന നിൽപ്പി മുങ്ങുന്ന അഭ്യാസി. അയ്യോ, ഞാൻ മുങ്ങിയതല്ല, വിഴുങ്ങാൻ പോയതാ. വിഴുങ്ങാനോ? അതെ, ഹൈദരാബാദിൽ ആസ്മയ്ക്കുള്ള ഒരു മീൻ വിഴുങ്ങാൻ പോയത്. ആസ്മ മാറണമെങ്കിൽ മീൻ മാത്രം വിഴുങ്ങിയാൽ പോരായിരുന്നു ഓമനക്കുട്ട. 4-5 മാസത്തെ വാടക കൂടി വിഴുങ്ങണോ? കുടിശ്ശിക തീർത്ത് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി വന്നാ. ഓമനക്കുട്ട, താൻ ആദ്യം ആ വീട്ടുടമസ്ഥന്റെ കുടിശ്ശിക മുഴുവൻ തീർത്തുകൊട്. ഇവിടെ താമസിക്കുന്ന കാര്യം ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചാ മതി. 5 കൊല്ലോ? സർക്കാർ കാര്യമല്ലേ. പുതിയ പോലീസ് സ്റ്റേഷന്റെ പണിയൊക്കെ എപ്പോഴാ തീരുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണോ? അല്ല, സാറും പോലീസുകാരന്മാരും കൂടും കുടുക്കെടുത്തോണ്ട് ഒഴിഞ്ഞു എന്നാലേ എനിക്കിവിടെ. ഓഹോ, അപ്പൊ പോലീസിന്റെ കുടുക്ക ഒഴിപ്പിച്ച് താമസിക്കാൻ വന്നിരിക്കാണല്ലേ? വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇടിച്ചിട്ട് നട്ടല്ലേ നോക്കും. അപ്പോ ഇരിക്കട്ടെ ഇങ്ങനത്തെ ഒന്നും എടുക്കണ്ട, രണ്ടും എടുക്കണ്ട. ഇവന്റെ സാധന സാമഗ്രികളില്ലേ? ഒരു മുട്ടത്തലയും പ്രതിമ എല്ലായിടത്തും പോകാൻ. അതെ, അതുകൂടെ എടുത്തോണ്ട് പോ. അല്ല ഇനി ആശ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരാശ്രയം. ആ പ്രതിമ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. ഒഴിവാക്കിയ ബാധയെ തിരിച്ചെടുക്കാനാണോ ഭാവം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനഃപൂർവ്വം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയാണോ? അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും. ആശാൻ ഒന്ന് നോക്കണം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. വടക്ക് കിഴക്ക് ദിക്കിലൂടെ ഈ വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. വടക്ക് കിഴക്കെന്നൊക്കെ പറഞ്ഞാ ഞാനത് എവിടെ പോയി കണ്ടുപിടിക്കാനാ? അത് തിരിച്ച് കൈവരാനുള്ള മാർഗം എന്തെങ്കിലും പറഞ്ഞത് ആശാനെ? അത് തിരിച്ചു കയ്യിൽ വന്നാൽ അനർത്ഥങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഞാൻ സഹിച്ചോളാം. എനിക്കത് എങ്ങനെയും കിട്ടണം. എങ്കിൽ നാളെ ചൊവ്വാങ്കോട്ട ദേവീ ക്ഷേത്രത്തിൽ ചെല്ലുക. ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിക്കുക. എല്ലാത്തിനും നിവൃത്തി ഉണ്ടാവും. ദേവി അനുഗ്രഹിക്കട്ടെ. ഗോപാല, ഇത് പ്രേതബാധയുള്ള പ്രതിമയാണെന്നാണ് പറയുന്നത്. ഞാനത് വിശ്വസിച്ചിട്ടില്ല. എങ്കിലും ഇതിനി കൂടെ നടക്കുന്ന അത്ര ബുദ്ധിയല്ല. ഇത് ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലത്ത് എവിടെങ്കിലും വണ്ടി ഒന്ന് നിർത്തുക. ഒക്കെയോ പുഴയോ അങ്ങനെ എവിടെങ്കിലും. എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. അറിയാൻ പാടില്ലാത്തത് ചോദിക്കണ്ട. അറിയാവുന്ന ചോദിക്കാലോ. ചോദിക്കാം. മുതലാളിക്ക് എന്താ ഇടപാട്? മന്ത്രവാദോ അതോ കള്ളക്കടത്തോ? എന്തായാലും എന്റെ അടുത്ത് തുറന്ന് പറയാം.
മുതലാളിയുടെ ജീവൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന എന്റെ അടുത്ത് എന്തിനാ ഈ സസ്പെൻസ്? തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെ പാർക്കില് വിശക്കുന്നു പറഞ്ഞ് തെണ്ടി നടന്ന ഊള ചെക്കനെ പിടിച്ച് ഡ്രൈവിംഗ് പഠിപ്പിച്ച് എന്റെ ഡ്രൈവർ ആക്കിയത് എന്റെ ലൈഫിലെ സസ്പെൻസ് പറഞ്ഞു തരാനല്ല. എടാ, അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടാൽ നിനക്ക് കിട്ടുന്ന സസ്പെൻഷൻ ആയിരിക്കും. കാശുള്ളവൻ എന്തു ആവാലോ. കാശിക്ക് പോകുന്നതാണ് എനിക്ക് നല്ലതെന്ന് പറഞ്ഞതാ. നീ കാശിക്കോ ഏത് പോ. അയ്യോ, കൊക്കയോ പുഴയോ എന്താന്ന് അറിയില്ല, പക്ഷെ വെള്ളമുണ്ട്. ആ മൊട്ട തലയെടുത്ത് പുഴയിലോട്ട് തള്ളി മുതലാളി. വണ്ടി വിട്ടോടാ. അയ്യോ കൃഷ്ണ, ഗുരുവായൂരപ്പാ, ഭഗവാനെ, എവിടെ പോയി കിടന്നെ കല്ലിലുള്ളി. ഓ, എല്ലാം വിശാലത്തിന്റെ ഭാഗ്യം. ഹലോ, അതെ, ഞാൻ നിങ്ങളുടെ കാല് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പ്രതിമ എപ്പോൾ എവിടെ എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞാ മതി. ആ, പണം റെഡിയല്ലേ? ആ, ഓക്കെ ഓക്കെ. എന്താ അവർ പറഞ്ഞേ? മുനിസിപ്പൽ ഗോഡൌണിൽ രാത്രി 12 മണിക്ക് പ്രതിമയായിട്ട് ചെല്ലണമെന്ന്. ശരിക്കും എണ്ണി നോക്കി വാങ്ങണം, ചിലപ്പോ കള്ളനോട്ട് വന്ന് പറ്റിക്കും. അമ്പേ, 10 ലക്ഷം രൂപ അവിടെ ഇരുന്ന് എണ്ണി നിരക്കി 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങി എത്താം. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഒരു പെട്ടി കൂടെ കൊണ്ടുവയ്ക്കോ. പെട്ടി അവരെന്നെ അടിച്ചുടച്ച് പെട്ടിയിലാക്കി ഇങ്ങോട്ട് അയക്കുമെന്നാ എന്റെ പേടി. പെട്ടി മടിക്കണ്ട, ഇനിയും എന്ത് വേണേലും പറഞ്ഞു. പൊതുവേ വൈറ്റമിൻസ് കുറവുള്ളവനാണ് നീ. മുമ്പിലിരിക്കുന്ന കഴിക്കട്ടെ, പിടിക്കല്ലേ? ആ, അതിരിക്കട്ടെ. ഇന്ന് പതിവില്ലാതെ മുതലാളിക്ക് എന്താ ഇത്ര സ്നേഹം? നിന്നെ വിശ്വസിച്ച് വലിയൊരു രഹസ്യം ഞാൻ പറയാൻ പോവാണ്. ആ രഹസ്യം പുറത്തു പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മുഴുവൻ നിന്റെ വയറ്റിനകത്താക്കുന്നത്. ഏത് രഹസ്യവും ഇരുചെവി അറിയാതെ സൂക്ഷിക്കാനുള്ള ഒരു അപാര ശക്തി പാരമ്പര്യമായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. മുതലാളി ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ആക്കിയത്. അവിടെ മച്ചിന്റെ മുകളിൽ വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുക്കാൻ ഗോപാലൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരണം. നീ ബുദ്ധിമാനല്ലേ? അത് മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ടാലും അറിയാം. ഉള്ളുവളഞ്ഞു മെലിഞ്ഞവൻ എന്നാൽ പാതി ശരീരം ബുദ്ധിയാണെന്നാണ് വെയ്പ്പ്. വെയ്പ്പ് അവിടെ ഇരിക്കട്ടെ. എനിക്കിപ്പൊ മനസ്സിലായി. മുതലാളിക്കപ്പൊ മോഷണമാണല്ലേ പണി. എനിക്ക് വിഷമമൊന്നുമില്ല. ശമ്പളം തരുന്നവൻ എരപ്പാളി ആയാലും അതെന്റെ മുതലാളിയാ. ആണേ, അങ്ങനെയാണെ സാധനം എടുക്കാൻ എനിക്കൊരു വഴി പറഞ്ഞ. അതിനൊരു വഴിയേ ഉള്ളൂ. മുതലാളി മനഃപൂർവ്വം ഒരു പോലീസ് കേസ് ഉണ്ടാക്കണം. അവര് പിടിച്ച് അകത്താക്കുന്നു. പിന്നെ സംഗതി എളുപ്പമല്ലേ? മുതലാളി ഒരു ഇറച്ചൂടെ ഓർഡർ ചെയ്യാല്ലേ? ഓർഡർ ചെയ്യാം. നീ നാളെ തിന്ന. അത് മുതലാളി, എത്രയോ നല്ല ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസിൽ കൊടുക്കുന്നു. എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാൽ എന്റെ പഴവങ്ങാടി ഗണപതി നിനക്ക് ഞാൻ മുഴുക്കാപ്പ് ചേർത്താമേ. എന്താടോ തനി പബ്ലിക് റോഡേ കണ്ടല്ലോ കൈമീശി അടക്കാൻ? ഇയാളെന്തിനാ വഴി അങ്ങനെ ചൂടാവും. എടോ, ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. താൻ പോലീസ് പോയി പെറ്റീഷൻ കൊറോ, അവരൊന്നിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ. അയ്യോ പോവല്ലേ ചേട്ടാ, പ്ലീസ്. ഇവിടെ പഴക്കൊണ്ടൊക്കെ ആൾക്കാർ കൊണ്ട് ടൈമറോന്നെ അടവാങ്ങി ഒരു അടി തരാം. താൻ പോലീസിന് ഫോൺ ചെയ്യും പ്ലീസ്. ഡയൽ 100. ഞാൻ കാശ് തരാം. അവരെ അറസ്റ്റ് ചെയ്തു. പ്രാന്തല്ലടോ, വിവരമില്ലാത്തവൻ. പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്കൊന്ന് പോയാലോ? ഇത് സയ്യാസാവും. താൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പെറ്റീഷൻ കൂടെ നടു റോഡ് വെച്ച് തന്നെ ഒരുത്ത് അപമാനിച്ചെന്ന് എന്നാ മുണ്ട് തരാം. പോലീസ് പറഞ്ഞാൽ പോയി പെറ്റീഷൻ പോയി പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അല്ല തരില്ല തരില്ല. പോലിടിച്ചോ ഇയാൾക്ക് വട്ടല്ലേ ഭ്രാന്ത്, കാമഭ്രാന്ത്. ഭ്രാന്ത് എടുത്തോണ്ടും കാര്യമില്ല. നിക്കവിടെ. സാരിയ ഉരിഞ്ഞെടുക്കാൻ പോവാ. അല്ലെങ്കിൽ മാലയം പൊട്ടിച്ചെടുക്കും. കൂടട്ടെ. ആരെങ്കിലും എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പോടാ. മരക്കഴുതകൾ. ചുമ്മാർക്ക് നിയമം കയ്യിലെടുത്ത് എന്ത് ചെയ്യും? ചേട്ടത്തി പോയോ?
നമസ്കാരം. എന്താ? ഒരു നല്ല ഇനം ഡോഗിനെ വിൽക്കാനുണ്ട്. മുതലാളി എല്ലാ വർഗത്തിൽപ്പെട്ട നായ്ക്കളെയും വാങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കയ്യിലില്ലാത്ത ബ്രീഡുകളില്ല. ഏതായാലും ഒരു പക്ഷിക്ക് ഒരു സ്നേഹം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയും. ഏതാ ഇനം? കരീബിയൻ ഡോഗ. കരീബിയൻ ഉണ്ടാകോ? അങ്ങനെ ഒരു ഇനമുണ്ടോ? വണ്ടിക്കകത്തുണ്ട്, വന്നാ കാണിച്ചു തരാം. ഓ ഷുവർ. ഇവിടെ കരീബിയൻ അകത്തുണ്ട്. ഹായ്. ആഹാ, ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്ന് അറിയണമല്ലോ. വാടാ. റോഡിലാണോ പാവരിച്ച് കിടക്കുന്നത്? പിന്നെ ഞാൻ വന്ന് എന്റെ വീട്ടിൽ കിടക്കണം. പോടാ പുല്ലേ. എഴുന്നേക്കാം. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്യില്ല. എന്റെ സ്വഭാവം പറഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യുമോ? ഞാൻ പായ തല്ലനെ എടുത്തോളാം. ലോക്കപ്പ് ഇത് രണ്ടും ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു വെരി മച്ച്. പൂട്ടിക്കോ. ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേക്കണേ. ബുദ്ധിമാൻ. അപ്പൊ വാടകയില്ലാതെ താമസിക്കാമെന്ന് കരുതിയല്ലേ? അയ്യോ സാർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വേണേ വാടക തരാം. എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരുന്നാൽ ഞാൻ വേണേ കൈക്കൂലിയും തരാം. ഞാൻ ഇവിടെ മനസ്സമാനോട്ടൊന്ന് കിടന്നോട്ടെ. സാർ നോർമൽ അല്ലെന്ന് തോന്നുന്നു. ഓ, ഇറങ്ങി വാടേ. ഇങ്ങനെ അനുസരണയുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും? ഞാൻ വേണേ നിങ്ങളുടെ കൂടെ ഇവിടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം. ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട. ഫ്രീ 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 അല്ലേ സാർ? അത് കിടന്നോട്ടെ. നീ എന്തിനാടാ റോഡിൽ പാവിച്ചത്? പരവതാനി ഇല്ലായിരുന്നു, അതുകൊണ്ട് പായ് വിരിച്ചു. അതൊരു തെറ്റാ? വേണ്ടി വന്നാൽ ഞാൻ ഇനി ജംഗ്ഷനിൽ പാവിരിക്കും. തല്ലിക്കൊള്ളൂ സാർ. സാറിന്റെ കൈത്തെരുപ്പ് തീർത്തോളൂ. സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ? താനും തല്ലിക്കൊള്ളൂ, താനും തല്ലിക്കൊള്ളൂ. അതുകൊണ്ട് സന്തോഷം. എന്നെ ഇവിടുന്ന് പുറത്തു വിട്ടാൽ ഞാൻ രണ്ടെണ്ണത്തിനെ കൊന്ന് വീണ്ടും ഇവിടെ തിരിച്ചു വരും. വാട്ടർ ടാങ്കി വിഷം കലക്കും, ട്രെയിനിന്റെ ബോംബ് വയ്ക്കും, തന്റെ ഭാര്യയെ റേപ്പ് ചെയ്യും, തന്റെ മോനെയും കിഡ്നാപ്പ് ചെയ്യും. എന്നെ ലോക്കപ്പിൽ അടയ്ക്കും പ്ലീസ്. പറയുന്നു ഇവനകത്തിട്ട് അവൻ അണ്ടറിൽ തൂങ്ങും. ഊരിക്കളയാലോ? അതേ ഇട്ടിട്ടില്ല. വേണേ നോക്കി. എടോ, സേലത്തേക്ക് ഒരു ലോറി വന്നെങ്കിൽ ഇവനത് കേട്ടുവിടും. ഇടക്കിറങ്ങിയെന്ന് പറയണം. ഈ അകത്തിട്ട് പോയപ്പോൾ ശല്യം ഒഴിഞ്ഞു. ഞാൻ വരില്ല. എന്നെ ലോക്കപ്പിൽ എനിക്കറിയില്ലെന്ന് പറഞ്ഞ സത്യമാ. എന്റെ പട്ടിക്കുട്ടികളാണ് സത്യം. ഞാനത് ഒഴിവാക്കാൻ പെട്ട പാട്. നിങ്ങൾക്കൊരു പട്ടിയുടെ മനസാക്ഷി പോലുമില്ലേ? ഞാൻ പറഞ്ഞത് നേരാണ്. എന്നെ വേണമെങ്കിൽ കൊന്നോളൂ. സാധാരണ ഞങ്ങൾ അങ്ങോട്ട് വന്ന് പൊക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. സന്തോഷം. കൂടുതൽ ആവേശം കാണിക്കാതെ നീയാ. എന്താ നിനക്ക് വേണ്ടത്? നിനക്ക് ഞാൻ 2 ദിവസത്തെ സാവകാശം തരും. അതിനുള്ളിൽ ഓമനക്കുട്ടനെ എനിക്ക് കിട്ടിയിരിക്കണം. കൂടുതൽ ആലോചിച്ച സമയം കളയണ്ട. അച്ഛന്റെയും മനുജന്റെയും ജീവൻ അതുവരെ എന്റെ കയ്യിലായിരിക്കും. ചെല്ലേ നടക്കണോട്ട്. സേലത്തൊന്ന് എടുത്താ പൊങ്ങാത്ത ഗോവേണിയും തൂക്കിച്ച് എന്നെ ഇത്രടം വരെ നടത്തിച്ച എന്റെ പോലീസെ, ഇന്ന് ഞാൻ എന്റെ വൈരങ്ങൾ പൊക്കും. അതുറപ്പാ. നമസ്കാരം. ഇല്ലാത്തോണ്ട് ഒടിഞ്ഞില്ല. ഇടിച്ചോളൂ. എന്തൊക്കെയായാലും ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. സാർ, ഞാൻ നേരത്തെ പറയല്ലേ ഇയാൾക്ക് നല്ല സുഖല തട്ടാണെന്ന്. ഇതെത്രടോ? 13. ഇതെത്ര? 14. ഇതോ? 15. എല്ലാത്തിനും 10 കയറ്റുണ്ട്. ഞാൻ തന്നെയാ. കുറച്ചു നേരത്തേക്ക് ഭ്രാന്തരാവാം. വൈരങ്ങൾ ഇപ്പൊ തന്നെ അടിച്ചു മാറ്റണം. ഇതാണ് പറ്റിയ സന്ദർഭം. ആ ഭ്രാന്തന്മാര് സംസാരിച്ചേച്ച് വരട്ടെ. പ്രൊസീജിയർ നോക്കണ്ട സാർ. എടോ, കോടതിയിൽ ഹാജരാക്കിയ സർക്കാർ മെന്റൽ ഹോസ്പിറ്റലാക്കും. അവിടെ കിടന്ന ഭ്രാന്ത് കൂടുതലേ ഉള്ളൂ. ഒരു ചെറുപ്പക്കാരനല്ലേ. തൽക്കാലം നമുക്ക് ഇവനെ
മണിയും വൈദ്യുതി പ്രകൃതി ചികിത്സയ്ക്ക് വിടാം. അത് വലിയ ചെലവുള്ള കാര്യമല്ല സാർ. അപ്പോ എനിക്കും മാനസിക രോഗിയായ ഒരു അനിയനുണ്ട്. അതിന്റെ വേദന തനിക്ക് മനസ്സിലായില്ല. താനെ അവിടെ എത്തിക്ക്. സാർ ആഹാ എടാ നീ നോക്കിയതല്ല, തട്ടറി പറയാൻ കയറിയതാ. തൽക്കാലം നീ അവിടെ നല്ല നീ ഇങ്ങോട്ട് വരൂ. എന്നെ ഭ്രാന്താശുപത്രി ആക്കാൻ പോവാ. അയക്ക് വട്ടാണോ? അയക്കാ പ്രാന്ത്. കാല് പിടിക്കല്, പോലീസുകാരൻ കാല് പിടിക്കല്, നാണക്കേട്. അങ്ങനെ കൂടെ എന്നെ പ്രാന്താശുപത്രി കൊണ്ടുപോകരുത്. അവിടെ നല്ല സുഖമാണ്. വാ. എന്തോന്ന് സുഖം, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. ഹലോ, ആരാ? പ്രദീപാണ്. അവരെ കണ്ടോ? കണ്ടു. സന്ദീപ് അവരുടെ പിടിയിലായി. അയ്യോ, ബഹളം വെക്കണ്ട. തൽക്കാലം ഈ വിവരം ആരും അറിയണ്ട. പ്രതിഭ വീട്ടിലേക്ക് ചെല്ലേ. അമ്മ അങ്ങ് വിഷമിച്ചിരിക്കുക. ഇല്ല, അച്ഛനെയും സന്ദീപിനെയും കൂട്ടാതെ ഞാൻ അങ്ങോട്ടില്ല. പ്രിയ അമ്മയെ ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കണം. എനിക്കൊരു കുഴപ്പമില്ലെന്നും അച്ഛനെ എങ്ങനെയെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടുവരുമെന്നും പ്രിയ അമ്മയോടൊന്ന് പറയണം. എനിക്കങ്ങ് പേടി തോന്നുന്നു. ഒന്നും പേടിക്കണ്ട, ഞാൻ അവരെയും കൊണ്ടേ വരൂ. പ്രതിഭ എങ്ങോട്ടാ പോണേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ അയ്യോ, എന്റെ മേനോ ചേട്ടാ, നമുക്ക് ഈ ഗതി വന്നല്ലോ. എടോ നമ്പ്യാരെ, താനാണോ ഇതിലൊക്കെ കാരണക്കാരൻ? കണ്ട കള്ളക്കടത്തുകാരോട് അതും ഇതൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ ഞാനും കുടുങ്ങിയില്ലേ? 5 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോഴേ താൻ തനിയെ കയറി തൂങ്ങിയതല്ലേ? അനുഭവിച്ചോ? പോണോ പരട്ട നമ്പ്യാരെ? ചവിട്ടത്തോളം ഞാൻ നാവ് നോക്കി ചവിട്ടത്തോളം കേട്ടോ. ചവിട്ടിപ്പോൾ എല്ലാം കൂടി ഞാൻ ചവിട്ടി പൊടിച്ചു. ചവിട്ടിയാൽ നട്ടല് ചവിട്ടി ഒടിച്ച് മുഖം നിരത്തിട്ട് ഇങ്ങനെ ഉരയ്ക്കും. ഓഹോ, നിന്റെ തല ഞാൻ മുട്ടയടിച്ച് അവന്റെ തല പോലെ ആക്കി നിലത്തെ തുരുട്ടി വച്ചുകൊടി ഞാൻ കളിക്കാം. പഠിച്ചിട്ട് മുള കരച്ച് ഇങ്ങോട്ട് വളരെ നിർത്തടാ. നിങ്ങൾ അവര് എന്തിനാണ് വിളിച്ചു പറയുന്നത്? യുവസംഘത്തിൽ വരുമ്പോഴെങ്കിലും കുറച്ച് മാന്യമര്യാദയായിട്ട് പെരുമാറിക്കൂടെ? ആദ്യം രക്ഷപ്പെടാൻ നോക്ക്, പിന്നെ മാന്തി കൊരക്കെ എന്താണെന്ന് വെച്ചാ ചെയ്. വീട്ടിലെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു മനസമാധാനവും ഇല്ല. അമ്മാവനോടത്ത് വിശേഷങ്ങൾ വല്ലതും അറിയാവോ? പിന്നെ ഞാനും കൊള്ളക്കാരും കൂടി ഇങ്ങോട്ട് വരുന്ന വഴി പെമ്മക്കളുടെ വീട്ടിലെ കയറി വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് കാപ്പൂടി കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അമ്മാവന്റെ അവസാനത്തെ തമാശ. പൊന്നു മേനോ ചേട്ടാ, ആ വൈരങ്ങൾ എവിടെയാണെന്ന് അറിയാമെങ്കിൽ ആ കാലമാണം അവരോട് പറയേ. എനിക്ക് തല്ലുകൊള്ളാമോ? അയ്യേ ഓമനക്കുട്ടൻ അതുകൊണ്ട് മുങ്ങിയതായിരിക്കും. ഓമനക്കുട്ടൻ നമുക്ക് അവനെ തപ്പി യുവമാർക്ക് കൊടുത്താലോ? എന്തിനാ അവനെ തപ്പണത്? അവനിപ്പൊ സുഖിക്കുകയായിരിക്കും. വൈദ്യരെ, മനുഷ്യ സ്നേഹമില്ലാത്ത മണിയം വൈദ്യരെ, എന്നെ ഒന്ന് മാന്തി പുറത്തെടുക്ക്. എവിടെ പോവാ മനസ്സിലാക്കാതെ? ചൂരിലെടുക്കണോ ഞാൻ? പിടിക്ക്. ആ ഇയാള് പേഷ്യന്റ് ആരാ? പേഷ്യന്റോ? ആ അപ്പൊ ഇതല്ലേ വൈദ്യര്? വൈദ്യരോ? ഞാനാ ഇവിടുത്തെ വൈദ്യര്. ഇവനെ വൈദ്യശാലയിൽ മരുന്നടിക്കാൻ നിന്നിരുന്നവനാ. ഇപ്പോ മരുന്ന് അടിച്ചടിച്ച് ഇതുപോലെ ആയിപ്പോയി. ഇതാണ് പെലെ. പെലയോ? കേട്ടിട്ടില്ലേ? ഫുട്ബോൾ രാജാവ് പെലെ. ഇപ്പൊ ഗോൾ പോസ്റ്റിൽ തലയിടിച്ച് ഇതുപോലെ ആയിപ്പോയി. പെലെ ആയില്ല. എടാ കഷായ പണ്ടാരമേ, കുഴിച്ചിട്ട് വെള്ളം ഒഴിക്കാൻ ഞാൻ എന്താണോ തെങ്ങിൻ തയ്യാണോ? ഇതാണ് ശിരോവസ്തി. തല എസ് ചെയ്ത പേഷ്യന്റാ. സ്ഥാനം തെറ്റി അസ്ഥാനത്ത് മർദ്ദനമേറ്റതാ. ഇപ്പൊ മുഴു പ്രാന്താ. പ്രാന്ത് നിന്റെ തന്തയ്ക്കാടാ. എന്റെ കൈയും കാലും മണ്ണിന്റെ അടിയിലായിരുന്നു നിന്റെ ഭാഗ്യം. ഞാൻ നിന്റെ കാല് പിടിച്ച് പറഞ്ഞല്ലടാ തെണ്ടി, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. മോനെ ഓമനക്കുട്ട, ഇപ്പൊ നിന്റെ തല പുറത്തുണ്ട്, ഞങ്ങളെയൊക്കെ കാണാം. ഇത് ശിരോവസ്തി. പോടാ, ഇനി നിന്റെ കാല് പുറത്താകും, ഞങ്ങളെ ഒന്നും കാണാൻ പറ്റൂല. അത് കാലോ അസ്ഥി. പുറത്തെടുക്കണോ? ആട്ടെ, താങ്കൾ എന്തിനാണാവോ വന്നത്? ഞാൻ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച. അവിടെ ആയുർവേദത്തിനും പ്രകൃതി ചികിത്സയ്ക്കും നല്ല ഹോപ്പ. അതുകൊണ്ട് ഞാൻ വൈദ്യരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്ന. സന്തോഷം. അമേരിക്ക എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് അത്തയം കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഞാനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇപ്പൊ മനസ്സിലായി. അതെ. അപ്പോ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല? ഇല്ല. ഒറ്റയ്ക്ക് തനിക്ക് ഇങ്ങോട്ട് ഓടിപ്പോരുമായിരുന്നല്ലേ? ആ. തൽക്കാലം പന്നിയുടെ വീട്ടിലെ ഭക്ഷണം അവിടെ തന്നെ ഇരിക്കട്ടെ.